കേരള എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് സ്കീം പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കില്ല. അപേക്ഷയിലെ ന്യൂനതകൾ പരിഹരിക്കാനുള്ള തീയതി ജൂലൈ 3-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. 2 ദിവസങ്ങൾക്കകം ഫലം വരുമെന്നായിരുന്നു നേരത്തെ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചിരുന്നത്. MG പ്രതീഷ് കിം പരീക്ഷാഫലത്തിൻ്റെ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. ഈ കിം എന്താ വരാത്തെന്ന് പല കുട്ടികളും ചോദിക്കുന്നുണ്ടായിരുന്നു, പറയൂ. SKN വിദ്യാർത്ഥികൾ വലിയ ആശങ്കയിലാണ് ഇപ്പോഴും. കാരണം ഈ മാസം 26-ാം തീയതി കീമിന്റെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുമെന്നതായിരുന്നു നേരത്തെ സർക്കാർ അറിയിച്ചിരുന്നത്. പക്ഷേ അതിൽ ഉയർന്ന പരാതി പരിഹരിക്കുന്നതിനായി ജൂലൈ 3 വരെ സമയപരിധി നീട്ടി എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. ഇതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടികൾ ഉൾപ്പെടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നീറ്റ് ഫലം 3 ആഴ്ചയ്ക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു. എന്നിട്ടും ഈ ഫലം വരാത്തതാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ആശങ്കയുണ്ടാക്കിയിരിക്കുന്നത്. ഈ മാർക്ക് ഏകീകരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആശയക്കുഴപ്പമാണ് ഈ ഫലം വൈകുന്നതിന് പിന്നിൽ. ഈ മാർക്ക് ഏകീകരണം സംബന്ധിച്ച ഒരു പുതിയ പരിഷ്കരണം നടത്താൻ സർക്കാർ തീരുമാനിക്കുകയും ഇതിനായി ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. മെയ് മാസത്തിൽ തന്നെ ഈ മാർക്ക് പരിഷ്കരണവുമായി ഏകീകരണവുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതി സർക്കാരിന് ശുപാർശ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏത് ഫോർമുല സ്വീകരിക്കണമെന്ന കാര്യത്തിലാണ് സർക്കാരിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരിക്കുന്നത്. ഹയർ സെക്കൻഡറിയിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മാർക്കും ഒപ്പം കീ മാർക്കും കൂടി ചേർത്താണ് ഈ ഫലം പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷേ ഈ ഫലം നേരത്തെ പ്രസിദ്ധീകരിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ CBSE സിലബസിലെ കുട്ടികളെക്കാൾ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് മാർക്ക് കുറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഫോർമുല ഒന്നാകെ പരിഷ്കരിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇതിന്റെ ഫയൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഉള്ളത്. മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത്. സർക്കാർ തീരുമാനം വന്നാൽ ഉടൻ തന്നെ ഫലം പ്രസിദ്ധീകരിക്കാൻ കഴിയുമെന്നതാണ് പരീക്ഷാ കമ്മീഷണറും അറിയിച്ചിരിക്കുന്നത്. പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിയത്.